PSC പോലെയുള്ള മത്സര പരീക്ഷകൾക്ക് ടോപ്പർ ആവണമെങ്കിൽ, അതായത് 1 റാങ്ക് തന്നെ നേടണമെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് ചേഞ്ച് ചെയ്യണം. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ സാധാരണ രീതിയിലുള്ള ഒരു ലൈഫാണ് മുൻപോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ പലപ്പോഴും നമുക്ക് മടിയായിരിക്കും, അല്ലെങ്കിൽ സമയം നമ്മൾ ഫുള്ള് വേസ്റ്റ് ആക്കും. അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പഠിക്കാൻ കഴിയാറില്ല. അതേസമയം PSCയിൽ ടോപ്പർ ആവണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് സെക്കൻഡിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ കാര്യം ചെയ്തത് ഞാൻ ഉണരുകയും ഉറങ്ങുകയും ചെയ്യുന്ന സമയം അറേഞ്ച് ചെയ്തു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ 7 മണി 8 മണി സമയമാകുമ്പോഴാണ് ഉണരുന്നത്. പക്ഷേ പഠിക്കണമെന്ന് തോന്നിയ നിമിഷം തൊട്ട് രാവിലെ, അതായത് ഒരു 5:30-ക്കൊക്കെ എഴുന്നേക്കാൻ ശ്രമിക്കും. 5:30 തൊട്ട് ഒരു 7 മണി വരെയൊക്കെ കണ്ടിന്യൂസ് പഠിക്കും. ആ സമയത്ത് കൂടുതൽ ശല്യങ്ങളൊന്നും ഉണ്ടാവുകയില്ല, അല്ലെങ്കിൽ സൗണ്ട് ഡിസ്റ്റർബൻസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ 7 മണിക്കൊക്കെ എഴുന്നേൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നാളെ തൊട്ട് ഉറപ്പായിട്ട് 5:30-ക്കോ 5 മണിക്കോ കൂടുതൽ സമയം എടുക്കാതിരിക്കുന്നത് നല്ലത്. ഇപ്പോൾ 4 മണിക്കൊക്കെ എഴുന്നേൽക്കാമെന്ന് കരുതി കഴിഞ്ഞാലും നമുക്ക് ഭയങ്കര മടി വരും. പറ്റുന്ന സമയം എടുക്കുക, എന്നിട്ട് ആ സമയം മാക്സിമം യൂസ് ചെയ്യുക. അപ്പോൾ രാവിലെ മസ്റ്റായിട്ടും നമ്മളൊരു 3 മണിക്കൂറെങ്കിലും പഠിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തത് രാത്രിയിലാണ്. രാത്രിയിൽ പഠിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ രാത്രിയിൽ മറ്റു ജോലിക്ക് അല്ലെങ്കിൽ പഠിക്കാനൊക്കെ പോയിട്ട് നമ്മൾ ഒരുപാട് ടയേർഡാകും. പിന്നെ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ പോലും വൈകുന്നേരം 3 മണിക്കൂർ ഉറപ്പായിട്ട് ഉപയോഗിക്കുമായിരുന്നു. അത് ചിലപ്പോൾ രാത്രി 7 മണി തൊട്ട് ഒരു 10 മണി വരെ, അല്ലെങ്കിൽ ഒരു 8:30 തൊട്ട് 10:30 11 വരെ, പിന്നെ ഉറങ്ങുകയും ചെയ്യും. പലപ്പോഴും നമ്മൾ രാത്രിയിലായിരിക്കും മൊബൈൽ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പരമാവധി ഇത് രാത്രിയിൽ മാറ്റി വയ്ക്കുക. രാത്രി നമ്മൾ 11:30-ക്ക് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഉറങ്ങാൻ ശ്രമിക്കുക, ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് പഠിക്കാൻ ഒന്നുകൂടെ നമുക്ക് എനർജി തോന്നുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണ് കൺവീനിയൻ്റ് ആയിട്ടുള്ള സമയം ഉള്ളതെന്ന് നോക്കുക. എന്നിട്ട് രാവിലെയും വൈകുന്നേരവും ഒരു 6 മണിക്കൂർ വെച്ചിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അടുത്തത് ഞാൻ ശ്രദ്ധിച്ചത് ഡയറ്റാണ്. അതുവരെ ഇഷ്ടമുള്ള ആഹാരങ്ങളെല്ലാം വാങ്ങിച്ച് കഴിക്കുകയും വീട്ടിൽ കഴിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ടോപ്പർ ആവാൻ പഠിക്കണം എന്ന് ആഗ്രഹിച്ച നിമിഷം തൊട്ട് ഡയറ്റ് ശ്രദ്ധിക്കുമായിരുന്നു. ഒരുപാട് ഹെവി ഫുഡൊന്നും പഠിക്കുന്ന സമയത്ത് കഴിക്കില്ല. ഇപ്പോൾ ബിരിയാണി അങ്ങനത്തെ സാധനങ്ങളൊന്നും പഠിക്കുന്ന സമയത്തൊന്നും കഴിക്കില്ല. കാരണം അത് കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഉറക്കം വരും. രാത്രിയിൽ മാക്സിമം ലൈറ്റായിട്ടുള്ള ഫുഡ്, 2 ചപ്പാത്തിയോ അല്ലെങ്കിൽ മാക്സിമം കഞ്ഞി യൂസ് ചെയ്യുക. അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ലൈറ്റായിട്ടുള്ള ഫുഡും ആവും, നമുക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റും കൂടും. ഹെവി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പഠിക്കാൻ. പിന്നെ പഠിക്കുന്ന സമയത്ത് കോഫി യൂസ് ചെയ്യുന്നു. കോഫി നമുക്ക് കേടാണെങ്കിൽ പോലും പഠിക്കുന്ന ടൈമിൽ ഉറക്കം വരാതിരിക്കാനും എനർജിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വളരെ പ്രയോജനപ്പെടുത്തുന്നത്. അത് നെസ്കഫെ അല്ലെങ്കിൽ ബ്രൂ ഒക്കെയാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. പിന്നെ പാല് പോലെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുമായിരുന്നു, കാരണം പാല് കുടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറക്കം വരുമായിരുന്നു. പിന്നെ നമുക്ക് ബ്രെയിൻ്റെ ഷേപ്പിലുള്ള ഫുഡൊക്കെ ഉപയോഗിക്കാം. പ്രത്യേകിച്ച് ബ്രോക്കോളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാം. വാൾനട്ട് അങ്ങനത്തെ കാര്യങ്ങൾ, ദിവസം 2 കാഷ്യൂ നട്ട് അങ്ങനത്തെ കാര്യങ്ങൾ കഴിക്കാം. അതിൽ ബ്ലഡ് കൂടാനുള്ള കാര്യങ്ങൾ, ബ്ലഡ് കൂടുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മശക്തിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ബ്രെയിനൊക്കെ ഒന്ന് ബൂസ്റ്റ് ആവും. അതിന് വേണ്ടിയിട്ട് ഡെയിലി ഡേറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കാം. ചില ദിവസങ്ങളിൽ സാരസ്വാരിഷ്ടം പോലുള്ള മരുന്നുകൾ കഴിക്കാം. സാരസ്വാരിഷ്ടമാണ് മെമ്മറി പവർ കൂടാനുള്ള ഏറ്റവും നല്ല ഒരു മരുന്നെന്ന് പറയുന്നത്. അപ്പോൾ ഷുഗറൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് പഠിക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ രാത്രി കിടക്കാൻ നേരമൊക്കെ 1 സ്പൂൺ കഴിക്കാം. ദിവസം 1 സ്പൂൺ മാത്രം കഴിച്ചാൽ മതി. ഇനി അത് കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ പഠിക്കുന്നതിന് മുമ്പായിട്ട് 1 സ്പൂൺ ചെറുതേന് കുടിക്കുന്നതും നല്ലതാണ്. പകൽ സമയത്താണ് പഠിക്കുന്നതെങ്കിൽ കോഫിയൊക്കെ പാടായിരിക്കും. അതുകൊണ്ട് തന്നെ കോൾഡ് കോഫി ആക്കിയിട്ട് കുടിക്കാറുണ്ടായിരുന്നു. കുറച്ച് കോൾഡ് കോഫി കുടിച്ചുകൊണ്ട് പഠിക്കുന്നത് നല്ല രസമാണ്. ടോപ്പർ ആവാൻ വേണ്ടിയിട്ട് അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളതാണ്. മെഡിറ്റേഷൻ സിമ്പിളായിട്ടുള്ളത് ചെയ്താൽ മതി. കണ്ണടച്ചിരുന്ന് ഏകാഗ്രതയോടുകൂടി ഏതെങ്കിലും ഒരു മന്ത്രമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാചകമോ മാത്രമായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുക ഒരു 10 മിനിറ്റ്. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മളൊരു ബുക്ക് വായിക്കുമ്പോൾ പോലും നമ്മളുടെ മനസ്സെങ്ങും പോകില്ല, അവിടെ തന്നെ ഉണ്ടാവും, ആ പോയിൻറ്റ്സ് തന്നെ ഉണ്ടാവും. കോൺസെൻട്രേഷൻ കിട്ടാൻ ഏറ്റവും നല്ല ബെസ്റ്റ് മെത്തേഡാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അടുത്തത് കുളിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുക. അതായത് എത്ര പ്രാവശ്യം കുളിക്കണം എന്നുള്ളത്. നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ടയേർഡാകും. അതുകൊണ്ട് തന്നെ രാവിലെയും വൈകുന്നേരവും കുളിക്കുക. രാവിലെ ഇപ്പോൾ കുളിച്ചിട്ട് പഠിക്കണമെന്നില്ല, പഠിച്ചു കഴിഞ്ഞ് ക്ഷീണിക്കുമ്പോൾ കുളിച്ചാലും മതി. ഒരു 7:30 8 മണിയാകുമ്പോൾ കുളിക്കാം. അതേപോലെ വൈകുന്നേരം പഠിക്കുന്നതിന് മുമ്പായിട്ട് കുളിക്കുക. 7 മണിക്കാണ് പഠിക്കാനിരിക്കുന്നതെങ്കിൽ ഒരു 6:30 ആകുമ്പോഴത്തേക്ക് കുളിച്ച് കഴിയുക. അപ്പോൾ നല്ല എനർജറ്റിക് ആയിട്ട് അന്നത്തെ ക്ഷീണം എല്ലാം മാറിയിട്ട് നമുക്ക് പഠിക്കാൻ കഴിയുന്നതാണ്. അതുപോലെ കുളിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ എണ്ണ ഇടുക. അത് ഏതെങ്കിലും നല്ലെണ്ണ ആയാലും മതി. അത് ചെവിയിൽ ഫുള്ള് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. ഉള്ളം കൈയിലും ഉള്ളം കാലിലും മസാജ് ചെയ്ത് കൊടുക്കുക. നെറുകയിൽ ഒരുപാട് ഫോഴ്സ് ഉപയോഗിക്കരുത്, ലൈറ്റായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് മെമ്മറി സെൻറ്റേഴ്സ് എന്നാണ് ഇതിനൊക്കെ പറയുന്നത്, ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം തന്നെ. അപ്പോൾ കുറച്ച് മെമ്മറിയിലും അല്ലെങ്കിൽ ബുദ്ധിയിലൊക്കെ നമുക്ക് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുന്നത് നമുക്ക് മനസ്സിലാവും. ചിലപ്പോൾ അത് സൈക്കോളജിക്കലായിട്ടുള്ള കാര്യമായിരിക്കും. എന്താണെങ്കിൽ തന്നെയും നമുക്ക് പ്രയോജനം ലഭിക്കുന്നതാണ്. അടുത്തത് ശ്രദ്ധിച്ചത് ഗുഡ് റിലേഷൻഷിപ്പിലാണ്. അതായത് പലപ്പോഴും നമ്മുടെ പഠനത്തെ അവതാളത്തിലാക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ടുള്ള ബന്ധങ്ങളായിരിക്കും. അത് ചിലപ്പോൾ നമുക്ക് ഫാമിലി ഇഷ്യൂസ് ആയിരിക്കും.
അതല്ലെങ്കിൽ മറ്റ് ബന്ധങ്ങളോ അല്ലെങ്കിൽ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഫ്രണ്ട്സോ ആരാണെങ്കിൽ തന്നെ ഇരിക്കട്ടെ, നമ്മൾ പഠിക്കാൻ ഒരു കാലഘട്ടത്തിലേക്ക് തീരുമാനിച്ചു എന്നിരിക്കട്ടെ, അതായത് 6 മാസമേ ഉള്ളൂ പരീക്ഷ. ആ സമയത്ത് നിങ്ങൾക്ക് ഉപദ്രവമാകുന്ന എല്ലാ ബന്ധങ്ങളും വേണ്ടാന്ന് വയ്ക്കുക. ഇവൻ നിങ്ങളുടെ ഫാമിലി ഇഷ്യൂസ് ആണെങ്കിൽ നമുക്ക് അവരെ വേണ്ടാന്ന് വെക്കാൻ കഴിയില്ലല്ലോ. പക്ഷേ നമുക്ക് ആ പ്രശ്നങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയും. ഇപ്പോൾ ഹസ്ബൻഡ് അല്ലെങ്കിൽ അമ്മ അങ്ങനെയുള്ളവരുടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർക്ക് മറുപടി കൊടുക്കാതെ നമുക്ക് ഒഴിഞ്ഞു മാറി ശാന്തമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള ഒരു മൂഡുണ്ടാവും. അതേസമയം നമ്മൾ അവരുടെ ഫൈറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സ്വസ്ഥതയും പോവും, നമ്മുടെ പഠനവും പോവും. ഇനി ലവറാണെങ്കിൽ അങ്ങനത്തെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ലവേഴ്സ് ആണെങ്കിൽ ഉറപ്പായിട്ട് മാറ്റി വയ്ക്കുക. ഇനി ഫ്രണ്ട്സ് ആണെങ്കിൽ അങ്ങനത്തെ ഫ്രണ്ട്സിൽ നിന്ന് മാറി നിൽക്കുക. അതിനൊന്നും നമ്മൾ ഒരിക്കലും ഒരു മടി വിചാരിക്കരുത്. നമ്മുടെ ലൈഫിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത്. നാളെ നിങ്ങൾ തോറ്റുപോയി കഴിഞ്ഞാൽ നിങ്ങളെ സഹായിക്കാൻ ആരും വരില്ല. ഈ പറഞ്ഞ ആൾക്കാരൊന്നും തന്നെ കാണില്ല. അടുത്തത് ഞാൻ ചെയ്തത് പ്രൊക്രാസ്റ്റിനേഷൻ മാറ്റുക എന്നുള്ളതാണ്. ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു. ഇപ്പോൾ പഠിക്കാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റ് കഴിയുമ്പം നാളെ പഠിക്കുക അല്ലെങ്കിൽ വൈകുന്നേരം പഠിക്കുക എന്ന് മാറ്റി വയ്ക്കുന്നത്. ആ ശീലം ഞാൻ കംപ്ലീറ്റ്ലി മാറ്റിയിരുന്നു. പഠിക്കുവാണെങ്കിൽ ഇന്ന് ആ കറക്റ്റ് സമയത്ത് ഞാൻ പഠിച്ചിരിക്കും എന്നൊരു ദൃഢപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ആ സമയത്ത് നമ്മൾ പഠിക്കും. അടുത്തത് വേണ്ടത് മൊബൈൽ യൂസാണ്. ഏറ്റവും കൂടുതൽ പ്രശ്നം മൊബൈലിൽ ഇൻസ്റ്റാഗ്രാമായിരുന്നു. റീൽസ് കണ്ട് നമ്മുടെ സമയം മുഴുവൻ പോകുമായിരുന്നു. അപ്പോൾ അതെല്ലാം അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞു. വാട്സപ്പ് മാത്രമായിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഏറ്റവും ലാസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് നമുക്കെല്ലാം മടിയുള്ളൊരു കാര്യമാണ് റിവിഷൻ മാക്സിമം ചെയ്യുക. അതിനുവേണ്ടി നിങ്ങൾക്ക് ദിവസങ്ങൾ വയ്ക്കാം. ഇന്ന് പഠിക്കുന്ന കാര്യം 3-ാമത്തെ ദിവസം റിവിഷൻ ചെയ്യുക, പിന്നെ 7-ാമത്തെ ദിവസം റിവിഷൻ ചെയ്യുക, പിന്നെ 21-ാമത്തെ ദിവസം റിവിഷൻ ചെയ്യുക. അങ്ങനെ ഒരു പീരീഡ് വെച്ച് കഴിഞ്ഞാൽ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് പക്കയായിട്ട് നമ്മുടെ മനസ്സിലേക്ക് എക്സാം ടൈമിൽ വരുന്നതാണ്. ഏത് പേജിലാണ്, ഏത് നോട്ട്ബുക്കിലാണ്, ഏത് റാങ്ക് ഫയലിലാണ് ഇന്ന പോയിൻ്റ് കിടക്കുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നതാണ്. അത് അങ്ങനെ വരണമെങ്കിൽ റിവിഷൻ ഉറപ്പായിട്ടും 2-3 വട്ടമൊക്കെ തന്നെ ചെയ്തിരിക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്താൻ നിങ്ങൾ തയ്യാറാണോ? അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുകൂടി കമൻറ്റ് ചെയ്യുക. താങ്ക്